നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 15 കൊടുത്തിരിക്കുന്ന സെക്കൻഡ് ആക്ടിവിറ്റീസ് ആണ്. അതിനു മുമ്പ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും രണ്ട് ടേംസ് ഒരു സീക്വൻസിൻ്റെ ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഏതെങ്കിലും രണ്ട് ടേംസ്, ചിലപ്പോൾ തേർഡ് ടേംസും 7th ടേമും അല്ലെങ്കിൽ 10th 20യും അങ്ങനെ അടുത്തടുത്തതല്ലാത്ത ഏതെങ്കിലും രണ്ട് ടേംസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ആ സീക്വൻസിൻ്റെ ബാക്കി ടേമുകൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോകാം. Calculate the first 5 terms of the arithmetic sequence with the third term 37 and 7th term 73. അപ്പോൾ ഇവിടെ തേർഡ് ടേം തന്നിരിക്കുന്നത് എന്താണ് 37, 7th ടേം പിന്നെ തന്നിരിക്കുന്നത് 73. ബാക്കിയുള്ള ടേംസ് തന്നിട്ടില്ല. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ ഞാനത് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ആ സെൻറ്റൻസ് വെച്ചിട്ടും പറഞ്ഞു തരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് തേർഡ് ടേമാണ്, ഇത് 7th ടേമാണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇത് തേർഡും ഇത് 7th. ആ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് കാണുക. അപ്പോൾ ഇത് 7 - 3 അതായത് 4. ഇനി ആ നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ്, അപ്പോൾ ഇത് 73 - 37. അപ്പോൾ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 36 ആണ്. ഇത് രണ്ടും നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഈ തേർഡ് ടേമിൻ്റെ കൂടെ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4th ടേം കിട്ടും. രണ്ടാമത്തെ പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5th ടേം കിട്ടും. അങ്ങനെ 4 ടൈംസ് ഇവിടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 7th ടേം കിട്ടിയത്. അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 4 ടൈംസ് ഇവിടെ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 7th ടേം കിട്ടിയതല്ലേ. അപ്പം ഈ കിട്ടിയിരിക്കുന്ന ഡിഫറൻസിനെ നമ്മൾ ആ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 36 ഡിവൈഡഡ് ബൈ 4 = 9 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താണ്? 9 ആണ്. ഇനി ഇവിടെ പൊസിഷൻ ഡിഫറൻസ് 5 വന്നു കഴിഞ്ഞാൽ ആ ഡിഫറൻസിന് നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ മനസ്സിലായല്ലോ? ഇതാണ് സിമ്പിളായിട്ട് നമ്മൾ ചെയ്യണത്. ഇനി കോമൺ ഡിഫറൻസ് 9 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ നമുക്കിവിടെ തേർഡ് ടേം ആണെങ്കിൽ ആദ്യം ഒരു പ്രാവശ്യം 9 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? തേർഡ് ടേം 37, അതിൽ നിന്ന് 9 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 28 കിട്ടും. പിന്നെ ഒന്നും കൂടി 9 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും? 19 കിട്ടും. അപ്പോൾ മുന്നിലേക്കുള്ള ടേമുകളാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുക. പിന്നിലേക്കുള്ളത്, ഇപ്പോൾ തേർഡിൽ നിന്ന് നമുക്ക് സെക്കൻഡ് ഫസ്റ്റാണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മളത് സബ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത് കേട്ടോ. ഇനി 37ൻ്റെ കൂടെ 9, 4th ടേം കിട്ടാൻ 9 ആഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ 37 + 9 എന്ന് പറയുമ്പം 46. അതിൻ്റെ കൂടെ വീണ്ടും 9 ആഡ് ചെയ്യുമ്പം 55. അങ്ങനെ നമുക്ക് ആ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിപ്പോൾ തേർഡ് ടേം ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു സെക്കൻഡ് ടേം കണ്ടു, അങ്ങനെ ഫസ്റ്റ് ടേം, അതല്ലാതെ ഡയറക്റ്റ് ഫസ്റ്റ് ടേം നമുക്ക് കാണണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ തേർഡ് ടേം മൈനസ്, നമുക്ക് തേർഡിൽ നിന്ന് ഫസ്റ്റിലേക്കാണ് പോകണത്. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര വ്യത്യാസമുണ്ട്? 3 - 1 2 അല്ലേ. 2 ടൈംസ് കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. അപ്പോൾ -2 ടൈംസ് കോമൺ ഡിഫറൻസ് എത്രയാണ്? 9. അതായത് 37 - 18. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 90 എന്ന് കിട്ടും. കണ്ടോ? ഇനി നമുക്ക് 5th ടേം ആണെങ്കിൽ ഈ 37ൻ്റെ കൂടെ മുന്നിലേക്കാണെങ്കിൽ നമ്മൾ പ്ലസ് ചെയ്യണം. തേർഡിൽ നിന്ന് 5th പോകാൻ 2 പ്രാവശ്യം അല്ലേ, 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അപ്പോൾ 2 ടൈംസ് കോമൺ ഡിഫറൻസ്, അപ്പോൾ 37 + 18. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 55 എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ അത് എത്ര പ്രാവശ്യമാണോ ആ ടേമുകളുള്ള പൊസിഷൻ്റെ ഡിഫറൻസ്, അത് ടൈംസ് കോമൺ ഡിഫറൻസ്. പിന്നെ പിന്നിലേക്കാണെങ്കിൽ മൈനസ് ചെയ്യുക, മുന്നിലേക്കാണെങ്കിൽ നമ്മൾ പ്ലസ് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് നമ്മളിത് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് നോക്കാം. ആദ്യം നമുക്ക് എഴുതേണ്ട സെൻറ്റൻസ്, ടു ഗോ ഫ്രം ദ തേർഡ് ടേം, ടു ഗോ ഫ്രം തേർഡ് ടേം. തേർഡ് ടേമിൽ നമുക്ക് എവിടേക്ക് പോകണം? 7th ടേമാണ് തന്നിരിക്കണേ അല്ലേ. അപ്പോൾ ടു ഗോ ഫ്രം ദ തേർഡ് ടേം ടു ദ 7th ടേം നമ്മൾ വി മസ്റ്റ് ആഡ് കോമൺ ഡിഫറൻസ്. ഞാൻ CD ഷോർട്ട് ഫോം യൂസ് ചെയ്തിരിക്കുകയാണ്. എത്ര പ്രാവശ്യമാണ്? 7th ടേമും തേർഡ് ടേമാണ്. അപ്പോൾ 7 - 3 = 4 ടൈംസ്. ഇനി അടുത്തത് 4 ടൈംസ് ആണെന്ന് കിട്ടി. ദ നമ്പർ ആഡഡ് ഈസ്, എത്രയാണ് നമ്പർ അവിടെ ആഡ് ചെയ്തിരിക്കുന്നത്? ദ നമ്പർ ആഡഡ് ഈസ് 7th ടേം എത്രയായിരുന്നു? 73 മൈനസ് തേർഡ് ടേം 37. ദാറ്റ്സ് = 36. അപ്പം തേർഡ് ടേമിൽ നിന്ന് 7th ടേം വരെ 36 നമ്പറാണ് അവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും കണ്ടുപിടിച്ചു. അടുത്തത് സോ ഇവിടെ 4 ടൈംസ് എന്ന് കിട്ടി, നമ്പർ 36 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ അർത്ഥം എന്താണ്? സോ 4 ടൈംസ്
ദ കോമൺ ഡിഫറൻസ് ഈസ് 36. അതാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ. 4 ടൈംസ് നമ്മളവിടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോമൺ ഡിഫറൻസിന് നമ്മൾ എന്ത് ചെയ്യണം? ദെർഫോർ കോമൺ ഡിഫറൻസ് ഈസ് 36 ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് 9. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. അടുത്തത് നമ്മൾ ടേംസ് കണ്ടുപിടിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടു ഗോ ഫ്രം ദ തേർഡ് ടേം, നമുക്ക് ചിലപ്പോൾ ഇവിടെ തേർഡ് ടേം അല്ലാതെ ചിലപ്പോൾ 10th ടേം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കാണണമെങ്കിൽ 10 - 1 9 ടൈംസ് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം കേട്ടോ. ടു ഗോ ഫ്രം തേർഡ് ടേം ടു ഫസ്റ്റ്, നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടേം അപ്പോൾ പിന്നിലേക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി മസ്റ്റ് സബ്ട്രാക്ട് കോമൺ ഡിഫറൻസ് തേർഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം. അപ്പോൾ 3 - 1 ഈസ് ഈക്വൽ ടു 2 ടൈംസ്. അതായത് എന്ത് വരും? 3 - 1 ഈസ് ഈക്വൽ ടു 2 ടൈംസ്. ഇനി നമുക്ക് ആ ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം എങ്ങനെയാണ്? ഫസ്റ്റ് ടേം ഈസ് എത്രയായിരുന്നു? തേർഡ് ടേം 37 മൈനസ് 2 ടൈംസ് ആണ് അല്ലേ കോമൺ ഡിഫറൻസ്. സബ്ട്രാക്റ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 2 ടൈംസ് കോമൺ ഡിഫറൻസ്, ദാറ്റ് ഈസ് 37 - 18 ഈസ് ഈക്വൽ ടു 19. ഇതേപോലെ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടിയാൽ പിന്നെ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് പോയാൽ മതി. പിന്നെ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ഒരു പ്രാവശ്യം ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 28. പിന്നെ തേർഡ് ടേം 37, അതിൻ്റെ കൂടെ വീണ്ടും ആഡ് ചെയ്തു 45, പിന്നെ 55, പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഫസ്റ്റ് ടേം മാത്രം നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ ജസ്റ്റ് ഇതുപോലെയാണ് നമ്മൾ സെൻറ്റൻസ് എഴുതേണ്ടത്. പക്ഷേ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ഇതുപോലെ നമ്പേഴ്സും പൊസിഷനൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് ആ ആക്ടിവിറ്റി 15 പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് തേർഡ് ടേം 34. അപ്പോൾ തേർഡ് ടേം തന്നിരിക്കുന്നത് എന്താണ്? 34 ആണ്. പിന്നെ അവർ തന്നിരിക്കുന്നത് 6th ടേം ആണ് കണ്ടോ. 6th ടേം എത്രയാണ് തന്നിരിക്കുന്നത്? 67 കണ്ടോ. 34ഉം പിന്നെ 67 നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ ആദ്യം പൊസിഷൻ ഡിഫറൻസ് കാണാം. തേർഡ് ടേം 6th ടേം. അപ്പോൾ 6 - 3 ഈസ് ഈക്വൽ ടു 3. അപ്പം തേർഡ് ടേമിൽ നിന്ന് 6th ടേമിലാവാൻ വേണ്ടി കോമൺ ഡിഫറൻസ് 3 ടൈംസ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണാം. ഏതാണ്? 6th ടേം മൈനസ് തേർഡ് ടേം കാണാം കേട്ടോ. 67 - 34. 67 - 34 എന്ന് പറയുമ്പോൾ 33. അപ്പോൾ നമുക്ക് നമ്പർ കിട്ടി, പൊസിഷൻ ഡിഫറൻസ് കിട്ടി. ഇനി ആ നമ്പർ ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 33 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 11. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി? 11 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് സബ്ട്രാക്ട് ചെയ്യണം. തേർഡ് ടേം ആണല്ലേ. അപ്പോൾ തേർഡ് ടേം അതേപോലെ നമ്മുടെ ഫസ്റ്റ് ടേം. അപ്പോൾ അവിടെ 3 പൊസിഷൻ ഡിഫറൻസ് എത്രയാണ്? 3 - 1 ഈസ് ഈക്വൽ ടു 2. തേർഡ് ടേം എന്തായിരുന്നു? 34. 34 നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം, കാരണം നമ്മൾ പിന്നിലേക്കാണ് പോകുന്നത്. സബ്ട്രാക്ട് കോമൺ ഡിഫറൻസ് എത്ര പ്രാവശ്യമാണ്? 2 ടൈംസ്. കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? 11. അപ്പോൾ 34 - 22. 34 - 22 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 12. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം എന്ത് കിട്ടി? 12. ഇനി ഒന്നും നോക്കണ്ട, അതിൻ്റെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് 11 ജസ്റ്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. 12 + 11 എന്ന് പറയുമ്പോൾ 23, പിന്നെ 34, പിന്നെ 45, പിന്നെ 66. ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 66 അല്ല കേട്ടോ, സോറി 56. 5 ടൈംസ് നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് 5 ടേംസ് കണ്ടാൽ മതി. ഇനി നമുക്ക് അതേപോലെ ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന സെൻറ്റൻസ് പോലെ എഴുതണം. ഞാനിപ്പോൾ ഷോർട്ട് ആക്കിയിട്ട് പറയണുള്ളൂ. ഇനി സെക്കൻഡിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തേർഡ് ടേം തന്നെയാണ്. തേർഡ് ടേം എത്ര നമുക്ക് തന്നിരിക്കുന്നത്? 43. ആൻഡ് 6th ടേം ഇനി അഗെയിൻ തന്നിരിക്കുന്നത് 6th ടേം ഈസ് ഈക്വൽ ടു 76. അപ്പോൾ നമ്മൾ ആദ്യം പൊസിഷൻ ഡിഫറൻസ് നോക്കി. പൊസിഷൻ ഇവിടെ 6ഉം ഇവിടെ 3 ആണ്. അപ്പോൾ 6 - ഈസ് ഈക്വൽ ടു 3. 3 ടൈംസ് ആണ് അവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കണേ. ഇനി നമ്പറുകളുടെ ഡിഫറൻസ് കാണാം. 76 - 43. അപ്പോൾ എത്ര കിട്ടി? അതും നമുക്ക് അവിടെ എന്ത് കിട്ടി? 33 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര പ്രാവശ്യമാണ്? 3 ടൈംസ്. അപ്പോൾ വീണ്ടും നമുക്ക് അവിടെ കോമൺ ഡിഫറൻസ് എന്താ കിട്ടിയത്? 11 തന്നെ കിട്ടിയത്. ഇനി നമ്മുടെ ഫസ്റ്റ് ടേം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു തേർഡ് ടേം എത്രയാണ്? 43. അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. തേർഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 3 - 1 2 ടൈംസ്. കോമൺ ഡിഫറൻസ് 2 ടൈംസ് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 43 - 22. അപ്പോൾ 43 - 22 എന്ന് പറയുമ്പോൾ 21 ആണ് നമ്മുടെ ഫസ്റ്റ് ടേം. അപ്പോൾ 21 നമ്മൾ 11 വെച്ച് ആഡ് ചെയ്ത് പോകാമല്ലോ. 21, 32, 43, 54, 65 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. തേർഡിൽ നമുക്ക് തന്നിരിക്കുന്നത്
തേർഡ് ടേം 2 ഉണ്ടോ, തേർഡ് ടേം 2. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഫിഫ്ത്ത് ടേം ആണ്. ഫിഫ്ത്ത് ടേം 3 കണ്ടോ, 2 3. അപ്പോൾ നമുക്കിവിടെ ആദ്യം പൊസിഷൻ ഡിഫറൻസ് കാണാം. അപ്പോൾ 5 - 3 അല്ലേ, ഫിഫ്ത്ത് ടേമും തേർഡ് ടേമാണ്. അപ്പോൾ ആ ഡിഫറൻസ് 2. അപ്പോൾ 2 ടൈംസ് ആണ് കോമൺ ഡിഫറൻസ്. ഇനി നമുക്ക് നമ്പറുകളുടെ ഡിഫറൻസ് കാണുകയാണെങ്കിൽ 3 - 2 1. അപ്പോൾ നമ്പറുകളുടെ ഡിഫറൻസ് 1 ഡിവൈഡഡ് ബൈ ഹൗ മെനി ടൈംസ്, 2 ടൈംസ്. 1 ഡിവൈഡഡ് ബൈ 2 അതായത് 1/2. 1/2 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. ഇനി നമ്മുടെ ഫസ്റ്റ് ടേം കാണാൻ എന്ത് ചെയ്യണം? തേർഡ് ടേം എത്രയായിരുന്നു? 2. മൈനസ് ചെയ്യണം എത്ര പ്രാവശ്യം? തേർഡ് ടേമും ഫസ്റ്റ് ടേം ആകുമ്പോൾ 2 ആണ് ഡിഫറൻസ് വരിക. 2 ടൈംസ് കോമൺ ഡിഫറൻസ്. അപ്പോൾ കോമൺ ഡിഫറൻസിൽ 2 2 ക്യാൻസലായി പോകില്ലേ, അതായത് 2 - 1 അതായത് 1 എന്ന് കിട്ടി. നമ്മുടെ ഫസ്റ്റ് ടേം എന്തെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. അപ്പോൾ 1 അതിൻ്റെ കൂടെ ഹാഫ് ആണല്ലേ നമ്മുടെ കോമൺ ഡിഫറൻസ്, 1/2. ഹാഫ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 1 and half എന്ന് പറയുമ്പോൾ 1 and half. അതിൻ്റെ കൂടെ ഹാഫ് ആഡ് ചെയ്യുമ്പോൾ 2, പിന്നെ 2 and half, പിന്നെ 3 and half. അങ്ങനെ ആ സീക്വൻസ് പോയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഫിഫ്ത്ത് ടേം തന്നിരിക്കുന്നത്. ഫിഫ്ത്ത് ടേം 8. പിന്നെ തന്നിരിക്കുന്നത് നയൻത്ത് ടേം. നയൻത്ത് ടേം നമുക്ക് തന്നിരിക്കുന്നത് 10 ആണ്. 8ഉം 10ഉം. അപ്പോൾ ആദ്യം പൊസിഷൻ ഡിഫറൻസ് നോക്കുക. നയൻത്ത് ടേം മൈനസ് ഫിഫ്ത്ത് ടേം. അപ്പോൾ 4 ടൈംസ് എന്ന് കിട്ടി. ഇനി നമ്പറുകളുടെ ഡിഫറൻസ് എത്രയാണ്? 10 - 8 അതായത് 2. അപ്പോൾ നമ്പറുകളുടെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ 4 അതായത് 2/4. 2/4 എന്ന് പറയുമ്പോൾ അഗെയിൻ നമുക്ക് എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും നമ്മുടെ കോമൺ ഡിഫറൻസ് അല്ലേ. 2/4 എന്ന് പറയുന്നത് എന്താണ്? 2 കോമൺ ആണ് എല്ലാത്തിലും. അതുകൊണ്ട് 1/2 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കിട്ടണം അല്ലേ. ഫസ്റ്റ് ടേം കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നമ്മുടെ ഫിഫ്ത്ത് ടേമാണ്. ഫിഫ്ത്ത് ടേം മൈനസ് ഫിഫ്ത്ത് ടേമും ഫസ്റ്റ് ടേമും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? 5 - 1 4 ടൈംസ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? 1/2. കണ്ടോ, ഈ ഒരു ഫോമിൽ വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ 8 - 4ൽ 2 ടൈംസ്. അപ്പോൾ 8 - 2 അതായത് നമുക്ക് 6 എന്ന് കിട്ടി. നമ്മുടെ ഫസ്റ്റ് ടേം എന്തെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 6ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. എത്രയാണ്? ഹാഫ്. 6 and half 7 7 and half 8 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഇതിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഫിഫ്ത്ത് ടേം എത്രയാണ്? 7. നമുക്ക് തന്നിരിക്കുന്നത് ഫിഫ്ത്ത് ടേം 7. പിന്നെ തന്നിരിക്കുന്നത് സെവൻത്ത് ടേം. സെവൻത്ത് ടേം എത്രയാണ്? 5. കണ്ടോ, ഇവിടെ സീക്വൻസ് പിന്നിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 7 - 5 അല്ലേ. സെവൻത്ത് ടേം ഫിഫ്ത്ത് ടേം. അപ്പോൾ 2 ടൈംസ് ഇവിടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്പറുകളുടെ ഡിഫറൻസ് പറയുമ്പോൾ 7 - 5 അല്ല, സെവൻത്ത് ടേം മൈനസ് ഫിഫ്ത്ത് ടേം അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ -2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, നമ്പറുകളുടെ ഡിഫറൻസ് -2. അപ്പോൾ ആ -2 ഡിവൈഡഡ് ബൈ എത്ര പ്രാവശ്യമാണ്? 2 ടൈംസ്. അപ്പോൾ -2 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ -1. -1 ആണ് അവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു ഫിഫ്ത്ത് ടേം എത്രയാണ്? 7 മൈനസ് എത്ര പ്രാവശ്യമാണ്? ഫിഫ്ത്ത് ടേമും ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ്. 4 ടൈംസ് കോമൺ ഡിഫറൻസ് ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 7. ഇവിടെ എന്ത് കിട്ടും? -4. മൈനസും ആയിട്ട് പ്ലസ് കിട്ടും. അപ്പോൾ 7 + 4 ഈസ് ഈക്വൽ ടു 11. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം എന്താണ്? 11. -1 ആഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ അതവിടെ 1 സബ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കില്ല. അപ്പോൾ 11 10 9 8 7. കണ്ടോ, ഫിഫ്ത്ത് ടേം 7 വന്നു. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾ സെൻറ്റൻസ് ഞാൻ ആദ്യത്തെ എക്സാമ്പിളിൽ കാണിച്ചുല്ലോ, അതേപോലെ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന പോലെ സെൻറ്റൻസ് എഴുതാം. ഇത് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ജസ്റ്റ് കാണിച്ചു തന്നത്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്